ഇന്ത്യ എന്ന രാജ്യത്തെ, ഇന്ത്യയുടെ സ്വത്വത്തെ, ഇന്ത്യയുടെ അഖണ്ഡതയെ തകർക്കാൻ തീവ്രവാദ ഗ്രൂപ്പുകളും അർബൻ നക്സലുകളും ഇടത് ജിഹാദി കൂട്ടുകെട്ടുമൊക്കെ നടത്തിയ 2020 ഡൽഹി കലാപം. 53 പേരാണ് ഈ കലാപത്തിൽ, 53 പേർക്കാണ് ജീവൻ നഷ്ടമായത്. നിരവധി ആസൂത്രണങ്ങൾ ഉണ്ടായിരുന്നു. പല രീതിയിൽ ഈ കലാപം വ്യാപിപ്പിക്കാനും ഇത് ഇന്ത്യ മുഴുവൻ കത്തിക്കാനും ഒക്കെ തന്നെ ഈ തീവ്രവാദ ഗ്രൂപ്പുകളും വ്യക്തികളും ഒക്കെ തന്നെ ശ്രമിച്ചുകൊണ്ടിരുന്നു. അതിന് പല രാഷ്ട്രീയക്കാരുടെയും കോൺഗ്രസ് നേതാക്കളുടേതടക്കം ഉള്ള പിന്തുണ ഈ തീവ്രവാദ ഗ്രൂപ്പുകൾക്ക് ഉണ്ടായിരുന്നു എന്ന് പറയപ്പെടുന്നു. ആം ആദ്മി പാർട്ടി നേതാക്കളടക്കം ഈ ഡൽഹി കലാപത്തിന് ചുക്കാൻ പിടിച്ചു, ചരട് വലിച്ചു. ഇതൊക്കെ തന്നെ വ്യക്തമായി കോടതികളിൽ തെളിഞ്ഞ കാര്യങ്ങളാണ്. ഡൽഹി പോലീസ് ഇത് സംബന്ധിച്ച് ഏതാണ്ട് 70-ലധികം റിപ്പോർട്ടുകൾ, അവരുടെ അന്വേഷണ റിപ്പോർട്ടുകൾ കോടതിയിൽ കൊടുത്തു കഴിഞ്ഞു. ഇപ്പോൾ ഈ ഉമർ ഖാലിദ് എന്ന് പറയുന്ന ഈ തീവ്രവാദിയുടെയും അതുപോലെ ഷർജിൽ ഇമാം എന്ന് പറയുന്നവന്റെയും ജാമ്യാപേക്ഷ ഡൽഹി കോടതി തള്ളിയ സ്ഥിതിക്ക് ഇവർ വീണ്ടും ജാമ്യവുമായി എത്തും. ഇവരെ സേവിക്കാനായി കോൺഗ്രസിന്റെ സ്വന്തം മനു അഭിഷേക് സിംഗ്വിയും അങ്ങനെ ഉള്ള വക്കീലന്മാർ ഇങ്ങനെ പാഞ്ഞു നടക്കുകയാണ്. നേരത്തെ കോൺഗ്രസിൽ ഉണ്ടായിരുന്ന കപിൽ സിബൽ ഒക്കെയാണ് ഇവരുടെ വക്കീലന്മാർ. നിരവധി കോടതികളിൽ ജാമ്യാപേക്ഷ ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുന്നു, അതിങ്ങനെ തള്ളിക്കൊണ്ടിരിക്കുന്നു. ഡൽഹി അഡീഷണൽ സെഷൻസ് ജഡ്ജി സമീർ ബാജ്പേയി ആണ് ജാമ്യാപേക്ഷ തള്ളിയത്. സ്ഥിര ജാമ്യത്തിനാണ് ഇവർ അപേക്ഷ നൽകിയത്. 2020 കലാപം ഉണ്ടായത്. ഇവർ ജയിലിൽ അടയ്ക്കപ്പെട്ട ശേഷം കഴിഞ്ഞ 6 വർഷമായി വിചാരണ കോടതി, ഹൈക്കോടതി, സുപ്രീം കോടതി എന്നിവിടങ്ങളിൽ പല ബെഞ്ചുകളിൽ തുടർച്ചയായി ജാമ്യത്തിന് അപേക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. എല്ലാ തവണയും ഇതുവരെ എല്ലാ കോടതികളും ജാമ്യാപേക്ഷ തള്ളിയിട്ടും വീണ്ടും ഇപ്പോൾ ഡൽഹി സെഷൻസ് കോടതിയെ സമീപിച്ചിരിക്കുകയാണ്. രാജ്യദ്രോഹ കുറ്റമാണ് ഈ ഉമർ ഖാലിദിനെതിരെയും ഷർജിൽ ഇമാമിനെതിരെയും ചുമത്തിയിരിക്കുന്നത്. കഴിഞ്ഞ മാസമാണ് ഡൽഹിയിലെ കർക്കർഡൂമ കോടതിയിൽ അപേക്ഷ നൽകിയത്. 1 മാസമായി ജാമ്യാപേക്ഷയിൽ വാദം കേൾക്കുകയായിരുന്നു. അതിനുശേഷമാണ് ജഡ്ജി ഈ ജാമ്യാപേക്ഷ തള്ളിയത്. ഏറെക്കാലമായി കപിൽ സിബലിന്റെയും അഭിഷേക് മനു സിംഗ്വിയുടെയും നേതൃത്വത്തിൽ ഇവരെ പുറത്തിറക്കാൻ ശ്രമം നടക്കുകയാണ്. BJP വിരുദ്ധ മാധ്യമ ഗ്രൂപ്പുകളും ഇവരുടെ ജാമ്യത്തിന് വേണ്ടി പുതിയ സിദ്ധാന്തങ്ങൾ ചമയ്ക്കുകയാണ്. 1 വർഷത്തിലധികമായി തിഹാർ ജയിലിൽ കിടക്കുന്ന ഇവരെ എത്രയും വേഗം വിട്ടയക്കണമെന്നും ജാമ്യമാണ് സ്വാഭാവിക നിയമപ്രക്രിയയെന്നും ജയിൽ എന്നത് അപൂർവമാണ് എന്നുമുള്ള വിചിത്രവാദമാണ് കപിൽ സിബലും കൂട്ടരുമൊക്കെ തന്നെ ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നത്. സിമി ഭീകരവാദിയായ ഉമർ ഖാലിദിനെയാണ് ഡൽഹി കലാപത്തിന്റെ മുഖ്യ ആസൂത്രകനായി കണക്കാക്കുന്നത്. നേരത്തെ ഡൽഹി ഹൈക്കോടതിയിൽ ഈ കേസിൽ ഡൽഹി പോലീസിന് വേണ്ടി ഹാജരായ സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ അമിത് പ്രസാദ് ആ കലാപനാളുകളിൽ ഉമർ ഖാലിദ് നടത്തിയ അമരാവതിയിലെ പ്രസംഗം അന്ന് തെളിവായി കോടതിയിൽ സമർപ്പിച്ചിരുന്നു. ഈ പ്രസംഗത്തിൽ പൗരത്വ വിരുദ്ധ പ്രക്ഷോഭം, ദേശീയ പൗരത്വ രജിസ്ട്രേഷൻ എന്നിവയെക്കുറിച്ച് മാത്രമല്ല, ബാബറി മസ്ജിദ്, മുത്തലാഖ് എന്നീ വിഷയങ്ങൾ കൂടി വൈകാരികമായി അവതരിപ്പിച്ച് ഒരു പ്രത്യേക സമുദായത്തെ പ്രകോപിപ്പിക്കാൻ ഇയാൾ, ഈ ഉമർ ഖാലിദ് എന്ന് പറയുന്ന രാജ്യദ്രോഹി, ശ്രമിച്ചതായുള്ള കാര്യവും അന്ന് ഈ അഡ്വക്കേറ്റ് ചൂണ്ടിക്കാട്ടിയിരുന്നു. തീർച്ചയായിട്ടും കോടതി അത് മുഖവിലേക്ക് എടുക്കുകയും ചെയ്തു. ഇത്തരത്തിൽ കലാപ കലുഷിതമായ പ്രസംഗങ്ങൾ നടത്തിക്കൊണ്ട് ഡൽഹിയിലും പരിസര പ്രദേശങ്ങളിലും ഈ ഉമർ ഖാലിദും ഷർജിൽ ഇമാമും ഇവരുടെ കൂട്ടാളികളുമൊക്കെ ഇങ്ങനെ കറങ്ങി നടക്കുകയായിരുന്നു. അതായത് വലിയ പ്രക്ഷോഭങ്ങൾ ഉണ്ടാക്കണം, വലിയ പ്രതിസന്ധികൾ ഉണ്ടാക്കണം, വലിയ കലാപങ്ങൾ ഇന്ത്യയിൽ പൊട്ടിപ്പുറപ്പെടണം, ഇന്ത്യയിലെ വിവിധ മതവിഭാഗങ്ങൾ തമ്മിൽ വലിയ വർഗീയ ലഹള ഉണ്ടാകണം എന്നുള്ള ചിന്തയോടും എന്നുള്ള ഗൂഢലക്ഷ്യത്തോടും കൂടിയാണ് ഇവർ പ്രവർത്തിച്ചത് എന്നുള്ള കാര്യം ഇന്ത്യയിലെ ഏത് കോടതിക്കും മനസ്സിലാകും. എന്നിട്ടും വീണ്ടും 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 ഇങ്ങനെ പല പല കോടതികൾ കയറിയിറങ്ങി ജാമ്യാപേക്ഷകൾ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അതിനെ സഹായിക്കാനായിട്ട് മനു അഭിഷേക് സിംഗ്വിയും കപിൽ സിബലും ഒക്കെ രംഗത്ത് വരികയാണ്. തീർച്ചയായിട്ടും ഒരു വക്കീൽ അവനവന്റെ കക്ഷിയുടെ ഭാഗത്ത് നിൽക്കണം എന്നുള്ള ആ ഒരു ന്യായമൊക്കെ തന്നെ പറയാം. എന്നാൽ പോലും രാജ്യദ്രോഹ നടപടികളിൽ ജയിലിൽ കിടക്കുന്നയാൾക്ക് ഉറപ്പായിട്ടും എങ്ങനെങ്കിലും ജാമ്യം കിട്ടണം, ഇവരെ പുറത്തിറക്കണം, സ്ഥിരം ജാമ്യം വേണം എന്ന് പറഞ്ഞ് ഇങ്ങനെ പാടിക്കൊണ്ട് കോടതികൾ കയറിയിറങ്ങാൻ ഇവർക്ക് ലജ്ജയില്ലേ എന്നുകൂടി ഒരു അവസരത്തിൽ ജനങ്ങൾ ചോദിക്കും.